ഇടുക്കി ശാന്തൻപാറയിലെ CPM പാർട്ടി ഓഫീസിന് ഇടുക്കി ജില്ലാ കളക്ടർ NOC നിഷേധിച്ചതിൽ വിശദീകരണവുമായി CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. NOC നിഷേധിച്ചതിൽ ഹൈക്കോടതിയെ വീണ്ടും സമീപിക്കും. വിഷയത്തെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നും CV വർഗീസ് പറഞ്ഞു. ഇടുക്കി ശാന്തൻപാറയിൽ സംസ്ഥാന പാതയോരത്ത് CPIM നിർമ്മിക്കുന്ന പാർട്ടി ഓഫീസിന് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് NOCക്ക് അപേക്ഷ സമർപ്പിച്ചത്. എന്നാൽ ഗാർഹികേതര ആവശ്യത്തിനുള്ള നിർമ്മാണ പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് റവന്യൂ വകുപ്പ് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ NOCക്ക് അനുമതി നിഷേധിച്ചു. ഹൈക്കോടതിയുടെ മുന്നിലുള്ള കേസായതിനാൽ NOCക്ക് അനുമതി നിഷേധിച്ചത് സംബന്ധിച്ച് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുമെന്നും വിഷയം രാഷ്ട്രീയമായും നിയമപരമായി നേരിടുമെന്നും CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. ഞങ്ങൾ നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനം നടത്തുന്ന പാർട്ടിയല്ല. ശാന്തൻപാറ ആഫീസിനെ സംബന്ധിച്ച് ഹൈക്കോടതിയിലെ മുമ്പാകെ നിൽക്കുന്ന പ്രശ്നമാണ്. ഞങ്ങൾ ഭൂമി കൈയേറിയത് അതിന് നിയമപരമായ സാധ്യതകൾ ഞങ്ങൾ നോക്കും. നിയമപരമായ സാധ്യതയുടെ ഭാഗമായി വരുന്ന നിലപാടുകൾ ഉണ്ടാവുമെങ്കിൽ അതനുസരിച്ചുള്ള സമരം തീരുക. അതിനപ്പുറമായി പറഞ്ഞൊരു കാര്യമില്ല. ചിന്നക്കനാലിൽ മാത്യു കുഴൽനാടൻ സർക്കാർ ഭൂമി കയ്യേറിയ വിവാദം ഉയർന്നു വന്നതോടെയാണ് കുഴൽനാടൻ കയ്യേറ്റത്തെ ന്യായീകരിക്കാൻ പാർട്ടി ഓഫീസ് വിവാദം ഉയർത്തിക്കൊണ്ടുവന്നതെന്ന ആരോപണവും CV വർഗീസ് ഉന്നയിക്കുന്നു. മാത്യു കുഴൽനാടൻ 50 സെന്റ് സ്ഥലം നല്ല ഗംഭീരമായി മതിൽ കെട്ടി അങ്ങ് എടുത്തല്ലോ. ഇതിലൊരു സന്വേഷണം കൊണ്ടുവന്നല്ലോ. അപ്പം മാത്യു കുഴൽനാടൻ കയ്യേറ്റത് ന്യായീകരിക്കാൻ 2 ദിവസമായി ഇത് ഞാൻ കണ്ടു. ഒരു ഭാവനാപൂർവമായ സൃഷ്ടിയുടെ ഭാഗമായി മാത്രമേ. അതേസമയം റവന്യൂ വകുപ്പിന്റെ വിശദമായ പരിശോധനയിൽ പട്ടയമില്ലാത്ത സ്ഥലവും റോഡും പുറമ്പോക്കും കയ്യേറിയാണ് പാർട്ടി ഓഫീസിന്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതെന്ന് കണ്ടെത്തൽ തള്ളുകയാണ് CPIM. ജില്ലയിൽ CPIM ഓഫീസ് മാത്രമല്ല നിരവധി നിർമ്മാണങ്ങൾ ഇപ്പോൾ നിയമവിരുദ്ധമാണ്. ഭൂനിയമ ഭേദഗതി നിലവിൽ വരുന്നതോടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നും വർഗീസ് വ്യക്തമാക്കി. ജനം, ഇടുക്കി.